ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഷൈൻ CB ഷൈനാണ് വണ്ടി. അതിൻ്റെ ഓയിൽ ലെവൽ കുറയുന്ന ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ മൈന്യൂട്ടായിട്ട് കയറി കത്തി ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റണാണ് കംപ്ലയിൻറ്റ്. സിലിണ്ടറിനും പിസ്റ്റണും തേമാനം വന്നിട്ട് ഓൾറെഡി അതിൻ്റെ ആ ഫേസിലേക്ക് ഓയിൽ കയറി വരികയും അങ്ങനെ കത്തിയിട്ട് ലെവൽ കുറഞ്ഞ് പോവുക. അതാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് സൈലൻസറിയുടെ പുകയുടേതായിട്ടുള്ള പ്രോബ്ലംസും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് സിലിണ്ടർ പിസ്റ്റണാണ് മെയിനായിട്ട് വന്നതാണ് ഡാമേജ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഹെഡിൻ്റെ വാൽവ്, ഈ വാൽവിൻ്റെ എക്സോസ്റ്റ് വാൽവാണത്. വാൽവിൻ്റെ ഗൈഡ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണിയടി സൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാൽവ് കിറ്റേപ്പാടി നമുക്ക് മാറണം. 2 വാൽവ് മാറണം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വാൽവ് ഗൈഡ് മാറ്റിയിട്ട് സെറ്റ് ചെയ്യണം. കാരണം വാൽവ് ഗൈഡ് എന്ന് പറയുമ്പോൾ വാൽവ് ആ ഉള്ളിലേക്ക് കയറി പോകുന്ന ഐറ്റം, അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം എന്തെങ്കിലും മാറേണ്ടി വരും. കൂട്ടത്തിക്കൂടെ വാൽവ് മാറണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഹെഡിൻ്റെ ക്യാം ഷാഫ്റ്റ് ഉണ്ട്. ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡ് ബെയറിങ് മാത്രമാണ് നമുക്ക് മാറ്റിയാൽ മതി. കാരണം സൈഡ് ബെയറിങ്ങിന് ഒരു അല്പം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഓയിൽ ലെവൽ കുറയുമ്പോൾ ഫസ്റ്റ് ഹീറ്റിംഗ് വന്ന പോർഷനാണ് ഈ ക്യാം ഷാഫ്റ്റ്, അതേപോലെ റോക്ക് റാം, അതേപോലെ പിസ്റ്റൺ, ആ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും ആ ഒരുപാട് ഹീറ്റിങ്ങിലേക്ക് വരുമ്പോൾ സിലിണ്ടർ പിസ്റ്റൺ ഓൾറെഡി ഡാമേജ് ആയിട്ട് ഓയിൽ അതിനകത്ത് ഫേസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഡാമേജാണ്. പിന്നെ ഓയിൽ പമ്പിങ് കുറയുമ്പോൾ വന്ന കംപ്ലയിൻസുകളാണ് ഇതിൻ്റെയൊക്കെ കേട്ടോ. ബോൾ ബെയറിങ്ങിൻ്റെ അറിയാമല്ലോ, കറക്റ്റ് ആ ഒരു പിൻ പോയിൻ്റ് പോലെ പറഞ്ഞ ഭാഗമാണ് ടച്ച് ആവുക. അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓയിൽ ലെവലിങ് ഓയിൽ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് ലൂബ്രിക്കേഷൻ കിട്ടില്ല, ഹീറ്റിംഗ് വരും. അപ്പോൾ അതിൻ്റെ ഓൾറെഡി തേമാനം കൂടും. അങ്ങനെയാണ് മെയിനായിട്ട് ആ കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിക്കൂടെ നമുക്ക് ആ സൈഡിലത്തെ 2 ബെയറിങ് മാത്രം മാറ്റി മേടിക്കാം. ഏകദേശം ഒരു 300 രൂപ 400 രൂപ താഴെയാണ് നമുക്കതിന് കോസ്റ്റ് വരുള്ളൂ. അത് നമുക്ക് ലെയ്ത്തിൽ തന്നെ നമുക്ക് മാറ്റി മേടിക്കാം. അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ അസംബ്ലി ആയിട്ട് മാറ്റേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല, നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. ആ ബെയറിങ് മാത്രം ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമുക്ക് ചിലവ് ചുരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് സിലിണ്ടർ ബോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ സിലിണ്ടർ ഇത് തന്നെയായിരിക്കും, പഴയ സിലിണ്ടർ തന്നെയായിരിക്കും. പിസ്റ്റൺ മാത്രം മാറ്റിയിട്ട് ആ സ്ക്രാച്ചുള്ള ഭാഗം ബോർ ചെയ്തിട്ട് ഇതിനേക്കാളും വളരെ ഒരു മൈന്യൂട്ട് ഒരു 0.25 റേഞ്ചിൽ വലിപ്പമുള്ള പിസ്റ്റണായിരിക്കും അതിനകത്തേക്ക് വരാം. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ ഇതേപോലെ കിറ്റേപ്പാടി നമുക്ക് മേടിക്കാൻ കിട്ടും. കമ്പനി ഐറ്റം ഒറിജിനൽ പാർട്സ് മേടിച്ച് നമുക്ക് മാറ്റിയും സെറ്റ് ചെയ്യാം. അപ്പം ഞാനത് എൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ കൂടി നമുക്ക് കോസ്റ്റ് കുറയുകയെന്ന് പറഞ്ഞാൽ ഇതുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റും ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ബോർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊരു കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയൊക്കെ ഇച്ചിരി കൂടുതലാണ്. നേരെ മറിച്ച് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് നമുക്ക് തിരിഞ്ഞു നോക്കണ്ടെന്നുള്ളതാണ് മെച്ചം. ഏകദേശം നമുക്കൊരു 1500 രൂപ അല്ലെങ്കിൽ ഒരു 2000 രൂപ താഴേക്കാണ് നമുക്ക് മാക്സിമം സേവ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അതായത് അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ. മാറ്റി ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ആ രീതിയിലാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി എമൗണ്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. അല്ലാതെ കൊണ്ട് നമുക്ക് പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പൈസയൊക്കെ നമ്മൾ വീണ്ടും മുടക്കേണ്ടതായിട്ട് വരും. മാറ്റി പുതിയത് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൂട്ടത്തിൽ കൂടെ അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. പിന്നെ സർവീസും കൂടി ആയിട്ടോ. കാർബറേറ്ററൊക്കെ നമ്മൾ ഇച്ചിരി ക്ലീൻ ചെയ്യും. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമുക്ക് ഇതിപ്പോൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ് കിടക്കണേ. പക്ഷേ കമ്പനി ഫിൽറ്റർ അല്ല, പക്ഷെ എന്നാൽ പോലും പുത്തൻ ഫിൽറ്ററാണ് കിടക്കണേ. നല്ല ഫിൽറ്ററാണ്. തൽക്കാലം അതന്നെ ക്ലീൻ ചെയ്തിടണം കേട്ടോ. പിന്നെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് വേറെ 1-2 കംപ്ലയിൻ്റ് ഉണ്ടാവും. ഒന്ന്, നമുക്ക് ഈ ഹാൻഡിലിൻ്റെ ഈ സെൻറ്ററിൽ പറഞ്ഞ ബെയറിങ് കോൺസെപ്റ്റ് നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പാളിച്ച വണ്ടിക്കുണ്ട്. പിന്നെ അതുകൂടാതെ ചെയിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള അടിയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ചെയിനൊക്കെ നമുക്കൊന്ന് ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് നോക്കാം. മറ്റേ കോൺസെപ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ അതൊന്നും ചെയ്യൽ നടക്കില്ല കേട്ടോ. അത് ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ട്. ഒന്നുപോലെ നമുക്കത് ലൂസാക്കിയിടുമ്പോൾ ചെറുതായിട്ട് അടിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അത് മാറ്റി പുതിയത് പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ സിലിണ്ടർ കിറ്റ് മാറ്റി വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര റേറ്റ് വരുന്നുള്ളൂ. സിലിണ്ടർ കിറ്റ് മാറ്റി ചെയ്യുമ്പോഴും ബോർ ചെയ്ത് വരുമ്പോഴും എത്ര വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് 2 രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ നിലവിൽ സൈലൻസറിനകത്ത് അത്യാവശ്യം ആ ഓയിൽ കത്തിയിട്ടുള്ള കരി അതിൻ്റെ ഉള്ളിലുണ്ട്. ഓയിലേപ്പാടിയിട്ടുള്ള കരി അതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മാക്സിമം ക്ലീൻ ചെയ്യാം. പക്ഷേ 100% അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പോവില്ല.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് തലക്കേക്കടെ ഇപ്പോൾ ഈ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നമുക്ക് നല്ല പ്രഷറിൽ വെള്ളം അടിക്കാനേ പറ്റുള്ളൂ. ആദ്യം നമ്മളത് കെമിക്കൽ ഫില്ല് ചെയ്ത് വയ്ക്കണം. അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് അടിച്ച് ഒരു പരിധി വരെയൊക്കെ കളയാനായിട്ട് പറ്റും. പക്ഷേ അതിനകത്ത് കുറേ അവശേഷിക്കും അങ്ങനെയൊക്കെ നോക്കിയാലും. അത് നമുക്ക് കുറേ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സൈലൻസർ ചൂടാകുമ്പോൾ പുക കാണിക്കും കേട്ടോ. അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. അതങ്ങനെ കത്തി തന്നെ പോകണം. 100% അല്ലാണ്ട് പോവില്ല കേട്ടോ അത്. പിന്നെ കാർബേറ്ററിൻ്റെ ചെയ്യാൻ പറയാമെന്ന്, കാർബേറ്റർ ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ട് നമ്മൾ കൂട്ടത്തേക്കിടെ അതൊന്ന് കാർബേറ്റർ കൂടി ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. നോക്കിയിട്ട് അപ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.